ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യ സമര സേനാനികളായ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ആദരമർപ്പിച്ച് പാർലമെന്റ്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. നാളെ സൂക്ഷ്മ പരിശോധന. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതിയതായി പേര് ചേർക്കാനുള്ളവർക്ക് ഇന്നുവരെ അവസരം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 85% മറികടക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അൾട്രാ വയലറ്റ് സൂചിക ഉയർന്ന പശ്ചാത്തലത്തിൽ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ മുഹമ്മദൻ SC പോരാട്ടം. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യ സമര സേനാനികളായ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ആദരമർപ്പിച്ച് പാർലമെന്റ്. വളരെ ചെറുപ്പത്തിൽ തന്നെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ഇവരുടെ ധൈര്യവും വീര്യവും അചഞ്ചലമായ രാജ്യസ്നേഹവുമാണ് സ്വതന്ത്രവും ശക്തവുമായ ഇന്ത്യയുടെ അടിത്തറ പാകിയതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരുടെ സമാനതകളില്ലാത്ത ധൈര്യവും അജേയമായ വീര്യവും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ശോഭനമായ ഏടായി നിലകൊള്ളുന്നതായി രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. സ്വാതന്ത്ര്യ സമര സേനാനികളായ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. യൗവനത്തിൽ തന്നെ അസാധാരണമായ ധൈര്യവും അചഞ്ചലമായ പ്രതിബദ്ധതയും പ്രകടിപ്പിച്ച ഇവർ നീതി, ദേശസ്നേഹം, നിർഭയമായ പ്രതിരോധം തുടങ്ങിയ ആശയങ്ങളാൽ എണ്ണമറ്റ ഇന്ത്യക്കാരുടെ മനസ്സിനെ ജ്വലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഇവരുടെ ത്യാഗവും രാജ്യസ്നേഹവും തലമുറകൾക്ക് പ്രചോദനമാകുമെന്ന് രാജ്യരക്ഷാമന്ത്രി അനുസ്മരിച്ചു. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് വൈകിട്ട് 3 അവസാനിക്കും. നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. 26 വരെ പത്രിക പിൻവലിക്കാം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി തുടരുന്നു. വിവിധ മുന്നണികളുടെ ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ പ്രചാരണത്തിനായി കേരളത്തിലെത്തും. BJPക്കായി പ്രധാനമന്ത്രിയും മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ എന്നിവർ കേരളത്തിലെത്തും. NDA കരുനാഗപ്പള്ളി മണ്ഡലം സ്ഥാനാർത്ഥി VS ജിതിൻ ദേവിന്റെ ഇന്നത്തെ പ്രചാരണ പരിപാടികളിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പങ്കെടുക്കും. കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടനം ഈ മാസം 25-ന് കോഴിക്കോട് ആരംഭിക്കും. CPIM നേതാക്കളായ MA ബേബി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് തുടങ്ങിയവരും പ്രചാരണത്തിൽ സജീവമാകും. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നു മുതൽ ജില്ലകളിൽ പര്യടനം നടത്തും. കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. പോളിംഗ് ശതമാനം 85% മറികടക്കുക എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മാധ്യമപ്രവർത്തകർക്കായി തയ്യാറാക്കിയ വോട്ടറിവ് കൈപ്പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോസിറ്റീവായ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാൻ മാധ്യമപ്രവർത്തകർ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ തന്നെ മാക്സിമം നമ്പർ ഓഫ് ഹയസ്റ്റ് പോളിംഗ് പെർസെന്റേജ് ഉണ്ടാവണം എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തിന്റെ നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള ഒരു ദൗത്യം. കേരളത്തിന്റെ ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് ഹയസ്റ്റ് പെർസെന്റേജ് ഓഫ് വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ 85% നമ്മൾ നിങ്ങളുടെ മീഡിയ വഴി എങ്ങനെയാണ് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. ഒരു പോസിറ്റീവ് മെസ്സേജ് നിങ്ങളോട് കൂടി നമുക്ക് ജനങ്ങളെ എത്തിക്കാൻ സാധിക്കണം. സ്ഥിരമായിട്ട് പോസിറ്റീവ് ന്യൂസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ there will be some kind of a recall value. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിച്ചാമി, PIB ഡെപ്യൂട്ടി ഡയറക്ടർ ആതിര തമ്പി എന്നിവർ പങ്കെടുത്തു. 1957 മുതലുള്ള കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രവും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മണ്ഡലം തിരിച്ചുള്ള പ്രധാന വിശദാംശങ്ങളും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളം പറവൂരിലെ UDF സ്ഥാനാർത്ഥിയും പ്രതിപക്ഷ നേതാവുമായ VD സതീശൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF സ്ഥാനാർത്ഥി ET ടൈസൺ മാസ്റ്റർ നേരത്തെ പത്രിക സമർപ്പിച്ചു. NDA സ്ഥാനാർത്ഥി വത്സല പ്രസന്നകുമാർ അല്പസമയത്തിനകം പത്രിക സമർപ്പിക്കും. കോഴിക്കോട് ഏലത്തൂരിൽ LDF സ്ഥാനാർത്ഥി AK ശശീന്ദ്രൻ പത്രിക ഇന്ന് നൽകി. UDF സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ, NDA സ്ഥാനാർത്ഥി T ദേവദാസ് എന്നിവർ നേരത്തെ പത്രിക നൽകിയിരുന്നു. തൊടുപുഴയിൽ UDF സ്ഥാനാർത്ഥി അപ്പു ജോൺ ജോസഫ്, LDF സ്ഥാനാർത്ഥി സിറിയക് ചാഴിക്കാടൻ, NDA സ്ഥാനാർത്ഥി റോയി വാരിക്കാട്ട് എന്നിവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കണ്ണൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TO മോഹനൻ ഇന്ന് പത്രിക നൽകി. LDF സ്ഥാനാർത്ഥി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, NDA സ്ഥാനാർത്ഥി C രഘുനാഥ് എന്നിവർ നേരത്തെ പത്രിക നൽകിയിരുന്നു.
ദൂരദർശനിലും ആകാശവാണിയിലും സൗജന്യ പ്രക്ഷേപണത്തിനായി ദേശീയ സംസ്ഥാന പാർട്ടികൾക്ക് ഡിജിറ്റൽ വൗച്ചറുകൾ അനുവദിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും എല്ലാ അംഗീകൃത ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികൾക്കും IT പ്ലാറ്റ്ഫോം വഴിയാണ് ഡിജിറ്റൽ ടൈം വൗച്ചറുകൾ വിതരണം ചെയ്തത്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ വോട്ടെടുപ്പിന് 2 ദിവസം മുമ്പ് വരെയുള്ള കാലയളവിലായിരിക്കും പ്രക്ഷേപണം ഷെഡ്യൂൾ ചെയ്യുന്നത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ തിരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. 1ാം ഘട്ട റാൻഡമൈസേഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രിസൈഡിംഗ്, ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർ, മൈക്രോ ഒബ്സർവർമാർ എന്നിവർക്ക് നാളെ മുതൽ പരിശീലനം നൽകും. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലുള്ള 12 നിയമസഭാ മണ്ഡലങ്ങളിലെയും വിവിധ പോളിംഗ് ബൂത്തുകളിലേക്ക് ജീവനക്കാരെ നിയമിച്ചുകൊണ്ടുള്ള ആദ്യഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ആദ്യഘട്ട റാൻഡമൈസേഷനിൽ 3556 പ്രിസൈഡിംഗ് ഓഫീസർമാരെയും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരായി 3556 പേരെയും പോളിംഗ് ഓഫീസർമാരായി 7112 പേരെയുമാണ് നിയമിച്ചിട്ടുള്ളത്. പോളിംഗ് ഡ്യൂട്ടി ലഭിച്ചിട്ടുള്ള പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്നിവർക്കുള്ള ആദ്യഘട്ട പരിശീലന ക്ലാസുകൾ നാളെ മുതൽ 28 വരെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും വിലയിരുത്തുന്നതിനായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രത്യേക അവലോകന യോഗവും ചേർന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾക്ക് അതിവേഗ പരിഹാരവുമായി വിജിൽ. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് ഫോട്ടോ, വീഡിയോ എന്നിവ സഹിതം വിജിൽ ആപ്പിൽ പരാതി രേഖപ്പെടുത്താം. ഈ പരാതികൾ 100 മിനിറ്റിനകം തീർപ്പാക്കണം എന്നാണ് ECI നിർദ്ദേശം. ഏറ്റവും കൂടുതൽ പരാതി തീർപ്പാക്കിയതിൽ തിരുവനന്തപുരം ജില്ലയാണ് 1ാമത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന ചൂട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അൾട്രാ വയലറ്റ് സൂചിക ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഭക്തിസാന്ദ്രമായി സന്നിധാനം ഉത്സവ ദിനങ്ങൾക്ക് തുടക്കം കുറിച്ച് സന്നിധാനത്ത് രാവിലെ 11:30 കൊടിയേറ്റ് ചടങ്ങുകൾ നടന്നു. ഏപ്രിൽ 1 ശാസ്താവിന് പമ്പയിൽ ആറാട്ട് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ 10 ദിവസത്തെ ഉത്സവത്തിനായി സന്നിധാനത്ത് ഇന്ന് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ ഉത്സവ കൊടിയേറ്റ് നടന്നു. നാളെ മുതൽ 31 വരെ ഉച്ചപൂജയ്ക്ക് ശേഷവും അത്താഴപൂജയ്ക്ക് ശേഷവും ഉത്സവബലിയും ശ്രീഭൂതബലിയും നടക്കും. ഉത്സവത്തിന് സമാപനം കുറിച്ച് ഏപ്രിൽ 1 ഉച്ചയ്ക്ക് 11 പമ്പയിൽ ആറാട്ട് നടക്കും. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ മുഹമ്മദൻ SCയെ നേരിടും. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഒമാനിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ച പാലക്കാട് തൃത്താല സ്വദേശികളായ യൂസഫ്, ഷംല എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. യൂസഫിന്റെ ഉമ്മ റംലയെ വെള്ളപ്പാച്ചിലിൽ കാണാതായി. റംലയ്ക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം മിന്നൽ പ്രളയത്തിൽ അകപ്പെടുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന 9 പേരിൽ 4 കുട്ടികൾ ഉൾപ്പെടെ 6 പേർ രക്ഷപ്പെട്ടു. ഇറാനിയൻ വൈദ്യുത നിലയങ്ങളെ അമേരിക്ക ആക്രമിച്ചാൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടുമെന്നും തകർന്ന ഇറാനിയൻ വൈദ്യുത നിലയങ്ങൾ പുനർനിർമ്മിക്കുന്നതുവരെ തുറക്കില്ലെന്നും ഇറാൻ. 48 മണിക്കൂറിനുള്ളിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ വിവിധ ഇറാനിയൻ വൈദ്യുത നിലയങ്ങൾ ആക്രമിച്ച് ഇല്ലാതാക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. മൂന്നാറിൽ ഭീതി പരത്തി വീണ്ടും പടയപ്പയുടെ ആക്രമണം. കഴിഞ്ഞ രാത്രി കാറിന് നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് വാഹനയാത്രികർ രക്ഷപ്പെട്ടത്. കർണാടക സ്വദേശികളാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാതന്ത്ര്യ സമര സേനാനികളായ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ആദരമർപ്പിച്ച് പാർലമെന്റ്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. നാളെ സൂക്ഷ്മ പരിശോധന. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതിയതായി പേര് ചേർക്കാനുള്ളവർക്ക് ഇന്നുവരെ അവസരം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 85% മറികടക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അൾട്രാ വയലറ്റ് സൂചിക ഉയർന്ന പശ്ചാത്തലത്തിൽ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ മുഹമ്മദൻ SC പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.